ഇവിടൊക്കെ ഗ്രില്ലൊക്കെ തുറന്നുങ്ങാണ്ട്. അല്ലടജ്ജ എവിടക്ക പോണത്? അത് പിന്നെ ഞാൻ ഓളൊന്ന് കാണാൻ വേണ്ടിട്ടേ. ഓള് പാർക്കൊക്കെ വരാൻ അറിഞ്ഞിരുന്നു. കൊറേ ചിലപ്പോ കണ്ടിട്ട്. അല്ല, അനക്കൊന്നും പണിയൊന്നുമില്ലേ? ആ, പണിയുണ്ട്. നേരെ മറ്റേ ഓളെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പെരന്റെ ഉള്ളത്തെ ചെലവ് ഇറക്കുവോ? ഇല്ലല്ലോ. ഇത് പണിക്ക് പോയാൽ തന്നെ അല്ലേ നടക്കുള്ളൂ. നേരെ വെളുത്തേക്ക് ഇങ്ങനെ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിരിക്കണം ഓളെ കാണാൻ വേണ്ടിട്ട്. വിശ്വസിച്ച് ഒരു പണിയില്ല എനക്ക്. മര്യാദക്കേ പണിക്ക് പോവാൻ നോക്ക്. ഇനിയിപ്പൊ കല്യാണം ആവാറായിക്കണ്. അടുത്ത ആഴ്ച കല്യാണല്ലേ, അന്ന് കണ്ടാ മതി. ഇനിയിപ്പൊ എന്തായാലും ഇനിയിപ്പൊ ആ കല്യാണത്തിന് എന്തൊക്കെ ഒരു ചെലവുണ്ടെന്ന് അറിയാം നമുക്ക്. ഇനി പണിക്ക് പോയാൽ തന്നെ ആൾക്ക് നടക്കുള്ളൂ. ഞാൻ പണിക്ക് പോവാൻ നോക്ക്. ആ, മാറ്റി ഒരുങ്ങിട്ടും അങ്ങനെ പോവാൻ നിക്കണോ? എന്താ പറയാ, എന്താ പറയാ, വരാന്ന് പറയും ചെയ്തു. എളുപ്പമാണ് ഇപ്പൊ അവിടെ വന്നിട്ടുണ്ടാവും. വിളിച്ചോക്കെ എന്തായാലും. ഇക്ക വിളിക്കണ്ടല്ലോ. ഹലോ. ആ ഇക്ക, ഞാൻ എപ്പോഴാ ഇറങ്ങണ്ട്? എനിക്കൊന്ന് വരാൻ പറ്റൂല കേട്ടോ. വരുന്നില്ലേ? എന്താ? പണിസൈറ്റേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പളാ വിളിച്ചത്. പിന്നെ അതുമല്ല, ഉമ്മ പറഞ്ഞു ഇനിയിപ്പോ എപ്പോഴും ഇങ്ങനെ കാണുന്നത് ശരിയല്ല എന്നുള്ളത്. ഇനിയിപ്പോ കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പൊ ഇനി എപ്പോഴും കണ്ടു കഴിഞ്ഞാലേ ഇനി ആൾക്കാരൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോ അത് ഇത് പറച്ചിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കാട്ടിപ്പോ അറിവ് ഒലിക്കല്ലേ ഉള്ളൂ. ഓര് പറഞ്ഞ നമ്മള് കേക്കണ്ടേ. എന്തെങ്ങനെ കല്യാണത്തിന് മുന്നേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കല്യാണം കഴിഞ്ഞ എന്തേക്കാര അവസ്ഥ? വരാന്ന് പറഞ്ഞിട്ടു. എന്തിനാവട്ടെ, ഇന്നത്തെ പോക്ക് എന്തായാലും മുടങ്ങി. ഇനിയിപ്പോ പണിക്ക് പോയതിനെ നല്ലത്. ഏതായാലും ഇപ്പൊ സമയം ഉണ്ടല്ലോ. ഉമ്മാ, എന്താ? ഞാൻ പണിക്ക് പോവാട്ടാ. ഞാൻ രാത്രിയേ വരുള്ളൂ. അങ്ങനത്തെ എന്തേലും നല്ല കാര്യം ചെയ്യാൻ നോക്ക്. അജുപുറ നിക്ക, ഞാൻ സഹായിക്കണ? വേണ്ടിക്ക, ഞാൻ എടുത്തോളാം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്ര ദിവസമായില്ലേ. ഒന്നാമത് ഇപ്പൊ നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല. എന്റെ പണിത്തിരക്ക് കാരണേ ഇതിനൊന്നും വിചാരിക്കണ്ട. അതൊന്നും സാരില്ല, തിരക്കോണ്ടല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ ഏതെല്ലാം ലീവല്ലേ, അപ്പൊ നമുക്കൊന്ന് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ട് നമുക്കൊരു സിനിമയും കണ്ടിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോരാം. പോവാ. ആയിക്കോട്ടെ, ഞാൻ ഉമ്മാണ്ട് ഒന്ന് ചോദിക്കട്ടെ കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് വരാം. ഇവരെന്താ ഇങ്ങനെ ഒക്കെ ഉമ്മാനോടനെ ചോദിച്ചിട്ട് ചെയ്യണ്? ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പുതുക്കല്ല, അതുകൊണ്ടാവും. എന്തായാലും പോവാ. കൊറേ എവിടേക്കെങ്കിലൊക്കെ പോണെന്ന് വിചാരിക്കും. ഇപ്പോഴൊരവസരം കിട്ടിയത്. എന്താ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായില്ലേ, ഞങ്ങളൊന്ന് പുറത്തു പോവാ വിചാരിച്ചു.
ഈ പൈസക്ക് ചെലവുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളു നിങ്ങക്ക്. എത്ര ഉറുപ്പ്യ വേണം ഇതിനൊക്കെ പോണെന്നുണ്ടെങ്കിലേ? ഇല്ല, ഇവിടെ അടുത്ത് ബീച്ചിലൊന്ന് പോയിട്ട് വരാന്ന്. പൈസ ഒന്നും അങ്ങനെ ചെലവാവൂല, ഇവിടെ അടുത്ത് തന്നെ അല്ലേ. എന്നാ വേഗം പോയിട്ട് ഇങ്ങോട്ട് വായോ. നീ പറഞ്ഞയച്ചില്ലാന്നുള്ള പേരൊന്നും കേക്കണ്ട. എങ്ങനായാലും ഇരുട്ടാവാൻ നിക്കണ്ട. വേഗം കണ്ടുകാണ്ട് ഓളായിട്ട് ഇങ്ങോട്ട് പോരെ. ആയിക്കോട്ടെ, ഞാൻ നേരത്തെ വരാൻ നോക്കട്ടെ. എന്തൊക്കെയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ പുറത്തേക്ക് പോണം. ഓളെ ഈ പറഞ്ഞേക്കലെന്നെ നീക്കാരം. അല്ല ഇന്നോട് ഇതൊന്നും വന്ന് ചോദിക്കൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കണത്. നീ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് വിളിച്ചിട്ട് അത് പറയും അമ്മന്ന് പറഞ്ഞയച്ചില്ലാന്ന്. എന്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്നോട് ചോദിച്ചിട്ട് തന്നെ എന്തും ചെയ്യുള്ളൂ. ആ ഒരു സമാധാനം ഉണ്ട്. ആ എന്താ അത്ര സന്തോഷത്തിലാണല്ലോ. ഉമ്മ സമ്മതിച്ചിങ്ങനെ പോവാന്. ആ പിന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ബീച്ചിൽ മാത്രമേ പോവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് ഇങ്ങോട്ട് തന്നെ വരും. ഭക്ഷണം ഇവിടെ തന്നെ കഴിക്കേണ്ടി വരും. ഉമ്മ പറഞ്ഞു പുറത്തുനിന്നൊന്നും ഫുഡ് വെച്ച് കഴിക്കണ്ട എന്നുള്ളത്. പൈസ അങ്ങനെ ചെലവാക്കണ്ടെന്ന് പറഞ്ഞത്. ഉമ്മ പറഞ്ഞതിലും കാര്യം ഉണ്ടാവും. ഉമ്മാരും അപ്പാരൊക്കെ നല്ലല്ലേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക്. പോലിപ്പോ നമ്മളെ കൊണ്ടുപോയി ചാടിക്കൊന്നില്ലല്ലോ. നമ്മള് പൈസ സേവിങ് ആക്കി നാളേക്ക് നമുക്കുണ്ടാവും. അല്ലക്ക, ഞാൻ ഏത് ഡ്രസ്സാ ഇടേണ്ടത്? എനിക്ക് ഡ്രസ്സിനെ പറ്റിയൊന്നും അറിയില്ല. കല്യാണത്തിന് ഇപ്പോ മുഴുവൻ ഡ്രസ്സും ഉമ്മയാണ് എടുത്തിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാച്ച് കിട്ടോ. എന്നാലും ആയിക്കോട്ടെ എന്നാ. അന്ന് കേട്ടിട്ടേ വേ ഇറങ്ങാൻ നോക്കാം നമുക്ക്. നല്ല മഴ വരുന്നുണ്ട്. ആയിക്കോട്ടെ, എന്നാ ഡ്രസ്സ് മാറിക്കോട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ബീച്ച് പോയിട്ടൊക്കെ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെടായിപ്പോ എന്താ, ഇഷ്ടായി. നമുക്കേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത ആഴ്ച ഇങ്ങനെ പോവാം. നിങ്ങളല്ലേ? ഉമ്മേ അതൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോ ഒരാണും പെണ്ണായിട്ട് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മ അങ്ങനെ പറയുന്നതാണ്. ഇജിപ്പോ ഇത്ര കാര്യമാക്കൊന്നും വേണ്ട. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച പോവാം. ഏടാ, എന്താ നമുക്ക് അടുക്കള പണി? ഓ, ഇമ്മാനെതുവരെ സഹായിച്ചിട്ടില്ല ഓനി. അത് പെണ്ണുങ്ങളെ സഹായിക്കാൻ അങ്ങനെ വന്നിരിക്കണ്. എല്ലാ മോനുണ്ട് ഈ അടുക്കളയിൽ ഇങ്ങനെ വന്നിരിക്കാനി. പെൺകോന്റെ ഒരു മകനൊരു പെൺകോന്തനായാലും എന്നാലും. ഇപ്പൊ രണ്ടാക്കൊന്നും പറയാനൊന്നും ഇല്ലല്ലേ. ഉസറും പുളിയില്ലാതെ ഇവിടെ ഒരു തള്ളുണ്ടെന്നുള്ള വിചാരെങ്കിലും ഉണ്ടോ? ആണില്ലാത്ത ഓരോരോ കാട്ടലി. അനക്ക് പണിക്കൊന്നും പോവൊന്നും വേണ്ട. ചിപ്പേരന്റെ ഉള്ളിൽ പിന്നാലെ ഇങ്ങനെ നടന്നോ. ഇക്ക എന്നോട് പറയാനുള്ളതേ, കണ്ണി കണ്ട സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഓനെ ഇങ്ങനെ നിർബന്ധിക്കരുത്. എന്റെ കുട്ടിക്ക് വണ്ടിയുടെ അടവൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇനി തെറ്റും. ഇജായിട്ട് ഇനി അതില്ലാതാക്കരുത്. പിന്നെ ഈ കല്യാണത്തിനോ കുറെ കടങ്ങളൊക്കെ വാങ്ങിയിരിക്കണ്. അതൊക്കെ വീട്ടാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാറുമ്പോ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവാറുമ്പോ ഇങ്ങോട്ട് പോവുക. അതിനൊന്നും ഓനെ വിളിച്ചാൽ നിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ കൊഞ്ചിക്കൊയച്ചിലുണ്ടല്ലോ, അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. നീ പറഞ്ഞില്ലാന്ന് വേണ്ട. ഹലോ, എന്ത് പറ്റി? ഏത് ഹോസ്പിറ്റലിലാണ്?
ഇപ്പൊ അത് വരമ്മ. ആ ഞാൻ വേഗം വരാം. അവിടെ ആരൊക്കെയുള്ളു ഇപ്പൊ? അതെ, എന്നിട്ട് എന്തമ്മ നിങ്ങൾ എത്രയും നേരമായിട്ടൊക്കെ വിളിച്ചു പറയുകയും ചെയ്യാത്തേ? ആ ആ ആ ശരി ശരി. ആരെ വിളിക്കണേ? ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റ് ആക്കിയിരിക്കണ്. ഇപ്പാക്കോ? എന്താണ്? ഇപ്പൊക്കെ എന്താ പെട്ടെന്ന് ഒരു നെഞ്ഞുവേദന, ICUലാണെന്നാ പറഞ്ഞത്. അന്നജ് മാറ്റൂ, ഞാൻ ഉമ്മാട് ചോദിക്കട്ടെട്ടാ. ആ നമുക്ക് വേഗം പോവാ, ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആയിക്കോട്ടെ. പഞ്ചസാരൊക്കെ കയ്യാറേക്കും, ഇനിയിപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് വേണം. ആ പിന്നെ ഓളെപ്പാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്ര. അപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. അതിനിപ്പോ എന്തിനാ ഇപ്പൊ പോകേണ്ട ആവശ്യം? ഇന്ന് പോവൊന്നും വേണ്ട, നാളെ പോയാ മതി. ഇത് നാളെ ഓളാണ് കൊണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇജ്ജ് ഇങ്ങോട്ട് പോരെ. ഇത് അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലത്തെ ബില്ലൊക്കെ ചറക്കേണ്ടി വരും. അന്റെ അടുത്ത് അതിനുള്ള പൈസ ഒക്കെ ഉണ്ടാ? ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി. ഓൾക്ക് ഇപ്പൊ തൽക്കാലേ വീഡിയോ കോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിളിച്ച് കാണിച്ചു കൊടുത്താളോ ഓളെ വാപ്പാനെ. എന്നാ പിന്നെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. എന്തേ ഇവലമ്മ ഇങ്ങനെ? എന്റെ ഉപ്പാക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ പോട്ടേന്ന് ചോദിച്ചേ. അതിന് പോലും മകനെ സമ്മതിക്കൂല. മകനാണെന്നുണ്ടെങ്കിൽ ആ വാക്കും കേട്ടുകാണ്ട് നിങ്ങളുടെ പേരുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഒക്കെ എങ്ങനെ ഞാൻ ജീവിക്ക? ഓള് പറയാ. ആ അതന്നെ പറഞ്ഞു. ആയിക്കോട്ടെ. ഓളെ വാപ്പാക്ക് ഇപ്പൊ അസുഖം വരാൻ കണ്ട നേരം. എന്റെ കുട്ടിയുടെ കജ്ജത്തെ പൈസ ഇറങ്ങാനല്ലാതെ. എടി ഉമ്മ പറഞ്ഞതേ. ഒന്നും പറയണ്ട, ഞാൻ എല്ലാം കേട്ടിക്കണ്. എനിക്ക് ഇതിലും കൂടുതലൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ പെരേക്ക് പോവാണ്. നിങ്ങളെ അമ്മാനും കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ നിന്നോളി. ഇത്രയും ദിവസം ഞാൻ ഒന്നും പറയാതിരുന്നതേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പുതുക്കല്ലേന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഉമ്മ നമ്മളെ തലേ കയറി നിരങ്ങൽ തുടങ്ങി. നമ്മൾ എങ്ങോട്ട് പോണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, ഞാൻ എന്ത് ഇടണം എന്ന് വരെ നിങ്ങളെ അമ്മയാണ് തീരുമാനിക്കണത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അമ്മ പറഞ്ഞത് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ വേറെ കല്യാണം കഴിക്കാൻ നിന്നത്? നിങ്ങളെ അമ്മ പറഞ്ഞാണ്ട് കേട്ടുകാണ്ട് ഒറ്റക്കാൻ ജീവിച്ചാ പോരാ ഇനിയില്ലേ? അല്ല, ഓല് പറഞ്ഞ നമ്മള് നല്ലതിനല്ലേ, ഉമ്മാരല്ലേ. ഓ നല്ലതിന് തന്നെയാണല്ലോ. ഇന്ന് ജീവിക്കാൻ അയക്കാതെ കുറച്ച് നാളെ ജീവിക്കാൻ സമ്മതിച്ചിട്ട് വലിയ കാര്യമാണ്. നിങ്ങൾ അതും പറഞ്ഞു പറങ്ങൾ നിന്നോളി. എവിടേക്ക് പോവാണെങ്കിൽ ഇമ്മ പറയട്ടെ. കൂടുതലും ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്റെ പെരേക്ക് പോവാണ്. ഇന്റെ ഉപ്പാക്കാണ് ഈ അവസ്ഥ വന്നിക്കണത്. നിങ്ങളെ അമ്മാക്കാണ് ഈ അവസ്ഥ വന്നിക്കണെന്ന് വെച്ചാൽ നിങ്ങൾ പോവൂലേ? അതേപോലെ തന്നെയാണ് ഞാനും. ഇന്നെ നിങ്ങൾ നോക്കന്നെ വേണ്ട, ഞാൻ പോവാ. ഒന്ന് മാറും കണ്ട് ഏടി ഉമ്മാന്റെ വാക്കും കേട്ടിട്ട് ഇപ്പൊ എന്റെ ജീവിതം ഇല്ലാതാവോ? ഏടാ ഓള് തീർക്ക പോണത്? നിങ്ങൾക്ക് സമാധാനായില്ലേ? ഓൾ ഇറങ്ങിപ്പോയില്ലപ്പോ. നിങ്ങളെ വർത്താനം കേട്ടിട്ട് ഞാൻ എല്ലാത്തിനും നിന്നു. ഓള് പോയപ്പോ നിങ്ങൾക്ക് സമാധാനായില്ലേ? ഞാൻ എന്ത് കാട്ടിന്ന് വെച്ച് പറയണത്? ഓളൊപ്പയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പൊ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് എപ്പോഴും എന്താ, ഞാൻ ഇവിടെ വേണം, എന്റെ പൈസയും വേണം. ഇപ്പൊ എല്ലതും ആയില്ലപ്പോ നിങ്ങൾക്ക്. ഓളെന്ന് ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾക്ക് തൃപ്തിയായി. എന്നിട്ട് എന്താടാന്ന് ഇന്നോട് നീ ഓളെന്താ പറഞ്ഞിക്കണ്? ഞാൻ ഭർത്താവിന്റെ പക്വത ആവട്ടെ അപ്പൊ ഇന്നെ വിളിച്ചാൻ വേണ്ടി വന്നാൽ മതിയെന്ന്. ഇപ്പൊ ഇങ്ങളായിട്ട് കൊന്തും ചെയ്തു, കാണിച്ചാൻ പറ്റി കെട്ടിക്കും ചെയ്തു. ഇപ്പൊ നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാക്കും ചെയ്തു. ഇപ്പൊ തൃപ്തിയായില്ല നിങ്ങൾക്ക്? ഞാൻ എന്തായാലും ഓളെ വിളിക്കാൻ പോകൂല. നിങ്ങൾ പോയി വിളിക്കുക. ഇങ്ങളെ വർത്താനം കേട്ടിട്ട് നിന്നിട്ട് എന്റെ ജീവിതം ഇപ്പൊ ഇല്ലാതായി.
മടുത്തു. ഇനി ഇല്ല, എന്റെ ജീവിതം ഇല്ലാതായിരിക്കും നിങ്ങള്. ഇപ്പൊ ഞാൻ തന്നെ അവളെ പോയി കൊണ്ടേണ്ടി വരുമല്ലോ. ഇല്ലാത്തൊരു കഥ.